അഭിനവ് സുന്ദർ നായിക് അദ്ദേഹം ചെയ്ത ആദ്യത്തെ സിനിമ നമുക്കറിയാം, മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഹിറ്റായിരുന്നു അദ്ദേഹം തന്നത്. കാരണം വിനീത് ശ്രീനിവാസനെ വെച്ചൊരു ഡാർക്ക് ഹ്യൂമർ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ആ സിനിമയുടെ ഒരു വിജയം. നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഒരു സംവിധായകനും ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ സിനിമയായിട്ട് വന്നിട്ടുണ്ട്. സിനിമ പോയി കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ ഇതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ അസ്പയറിങ് ഫിലിം മേക്കർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കുറച്ച് പണിയെടുക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റായി. ഈ സിനിമ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നസ്ലൻ്റെ പ്രകടനം ഒന്നും പറയാനില്ല. കിടിലനായിട്ട് നസ്ലൻ ചെയ്തിട്ടുണ്ട്. നസ്ലൻ ഓരോ തവണയും അദ്ദേഹം എടുക്കുന്ന ക്യാരക്ടേഴ്സിനുള്ള എഫേർട്ട് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാം. സാധാരണ തമാശകളൊക്കെ കാണിച്ച് അല്ലെങ്കിൽ ആ ഒരു യൂത്ത് റോംകോം പരിപാടികളൊക്കെ ചെയ്യുന്ന നസ്രലിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ, ഇമോഷനും അതായത് ആ ഒരു പേസിനനുസരിച്ച് ഒരു സിനിമയുടെ ഇതനുസരിച്ച് കംപ്ലീറ്റ്ലി അദ്ദേഹം എന്താ പറയുന്നത്, ഒരു എണ്ണം പറഞ്ഞ ഒരു നടൻ എന്നുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കറകളഞ്ഞ നടൻ എന്ന് പറയത്തില്ലേ, കറകളഞ്ഞ എന്ന് പറയുന്ന രീതിയിൽ ഒരു കിടിലൻ ആക്ടർ ആയിരിക്കുകയാണ്. അപ്പം അഭിനവ് സുന്ദർ എന്ന് പറയുമ്പോൾ അഭിനവ് സുന്ദർ നായിക് മനുഷ്യ, നിങ്ങൾ ഒരു പ്രത്യേകതരം ഇതാണ് കേട്ടോ. കാരണം ഞാൻ ഈ സിനിമ കാണുന്നതിന് മുന്നേ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു വിഷൻ, പുള്ളിയുടെ ഒരു കുറച്ച് ഡ്രീം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പുള്ളി ഇൻ്റർവ്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ തന്ന പ്രതീക്ഷ നമ്മൾ രണ്ടാമത്തേലേക്ക് എത്തുമ്പോൾ ഉറപ്പായിട്ടും വരും. ആ ഒരു പ്രതീക്ഷ കാത്തു എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് കിടിലൻ സാധനമാണ്. പിന്നെ ഇതിലെ നല്ല എന്താ പറയുന്നത്, നല്ല ഡെപ്തുള്ള ഒരു കഥയാണ്. പിന്നെ ഇത് ഏറ്റവും കൂടുതലും കണക്റ്റ് ആകുന്നത് ഈ സിനിമ ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, സിനി ഫയൽസ്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആകുന്നത്. കാരണം അതിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാകുന്ന ആളുകളാണ്. അങ്ങനെയുള്ളവർ ഈ സിനിമ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്, അതായത് നസ്ലൻ്റെ ക്യാരക്ടറിൻ്റെ പേര് വിനീത് മാധവൻ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയാണ്. അദ്ദേഹം ഒരു സിനിമ ചെയ്യുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന പ്രയാണങ്ങളും അതിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം ആണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നെട്ടോട്ടം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ ഹാഫാണ് കുറേ കിടലിനായിട്ട് എനിക്ക് തോന്നുന്നത്. കംപ്ലീറ്റ്ലി പടം അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറേയും കൂടെ, കാരണം ആ ക്യാരക്ടറിൻ്റെ ജേണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ അങ്ങോട്ട് കണക്റ്റായി, നല്ല രീതിയിൽ കണക്റ്റായി. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും സെക്കൻഡ് ഹാഫ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫസ്റ്റ് ഹാഫ് ഒന്ന് കിടലിനായ രണ്ടാമത്തിൽ നമ്മൾ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ സിനിമയ്ക്കുള്ളിലെ ചതികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അത് എന്താ പറയുന്നത്, നമ്മുടെ മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ട് ശ്രീനിവാസൻ പോകുന്ന ആ ഒരു കാര്യങ്ങളും അതിനുശേഷം അദ്ദേഹം എങ്ങനെ എത്തുന്നു, അങ്ങനത്തെ കുറച്ച് ചതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിനകത്ത് സിനിമാക്കാർക്കിട്ടുള്ള കൊട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കൊട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സ്, ജഗദീഷ് ഉണ്ട്, അൽത്താഫ് ഉണ്ട്, അലക്സാണ്ടർ പ്രശാന്ത് ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്. അപ്പം അങ്ങനെ എണ്ണം പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ ആദ്യത്തെ സിനിമയിൽ നായകനായിട്ടിരുന്ന വിനീത് ശ്രീനിവാസൻ ഇതിലും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ വരവോടുകൂടി സിനിമ ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തിന് ഒരു ഓറയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ആ പുള്ളിയുടെ അലറി വിളിച്ച് വില്ലത്തരം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും കാണിക്കണ്ട. പുള്ളിയോട് ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതനുസരിച്ച് ചെയ്യും. ഇപ്പം മറ്റേ സിനിമയിൽ മുകുന്ദനുണ്ണിയിലെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. വളരെ ഒരു കുറുക്കനായിട്ടുള്ളൊരു വക്കീൽ. അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നൊക്കെ അത്. അപ്പം ഇതിൽ വന്നപ്പോഴും ഇതിൽ വേറൊരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ സംഗീത് പ്രതാപ്, സംഗീതിൻ്റെ ക്യാരക്ടർ ഒരു രക്ഷയില്ല. നല്ല ഈ നസ്ലനുമായിട്ടുള്ള കോംബോയൊക്കെ വരുമ്പോൾ കിടലിനാണ്. പിന്നെ സംഗീതിൻ്റെ ഒരു പ്രത്യേകത ഈ സിനിമയിൽ എവിടെയും കയറി ചെല്ലാനായിട്ട്, അതായത് എവിടെയും കയറി ചെല്ലുന്ന ഒരുത്തെന്ന് പറയത്തില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് സംഗീതിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സിനിമയിൽ പറയുന്ന ഒരു കാര്യം, അതായത് നസ്ലൻ പോകുന്ന എല്ലാവരും ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പറയുകയും അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ്റെ ഒരു രീതിയും, കാരണം നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കും അവസാനം നമ്മുടെ അടുത്തേക്ക് യൂണിവേഴ്സ് എത്തിക്കും എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയിലേക്ക് വരുമ്പം കാണാൻ പറ്റുന്നുണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും
ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡിഫറെൻ്റ് ആണ്, നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ മിടുക്കാണ്. അപ്പം എന്തായാലും ഞാൻ കണ്ട സിനിമ, അതായത് ഈ മോളിവുഡ് ടൈംസിൽ നസ്ലൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു പുത്തൻ വേറിട്ട വേഷമാണ്. മറ്റ് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് താരങ്ങളെല്ലാം ഉണ്ടെങ്കിലും നസ്ലൻ എന്ന് പറയുന്ന അദ്ദേഹം ഒറ്റയ്ക്കൊരു സിനിമ കൊണ്ടുപോകാൻ കഴിവുള്ളവനാണോ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് പ്രാപ്തി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലേക്ക് അദ്ദേഹത്തിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. എന്തായാലും ഭയങ്കരമായിട്ടും ഈ സിനിമ സൂപ്പറായിട്ട് ഹിറ്റ് ആകേണ്ട ഒരു പടമാണ്. ഒരുപാട് പേര്, നമുക്ക് ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല, അത്രയും നല്ലതാണ്. ഒരു ശകലം പോലും എന്നെ ബോറടിപ്പിച്ചില്ല എന്ന് പറയുന്നതാണ്. കാരണം നമ്മൾ ഇതുപോലെ ഈ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുത്തിയത് ഈ സിനിമ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ പച്ചയായിട്ടുള്ള സംസാരമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ചില സാഹചര്യങ്ങളിൽ പച്ചയ്ക്കുള്ള സംസാരങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഏകദേശം മനസ്സിലാവുള്ളൂ. ചില പച്ചയായ സംസാരങ്ങളൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയാണ്. ജെക്സ് ബിജോയെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഓരോ പടങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് വ്യത്യസ്തത എന്തെങ്കിലും വരുത്താൻ ശ്രമിക്കും. മാത്രമല്ല എന്താ കിഡിലിനായിട്ട്, അതായത് ഓരോ സിനിമയ്ക്ക്, അത് ഈ സിനിമയിലും അദ്ദേഹം വന്നിരിക്കുന്നു. ജെക്സ് ബിജോയുടെ മ്യൂസിക് എന്ന് പറയുമ്പോൾ കൊള്ളാം, അടിപൊളിയാണ്. കാരണം അത്രയും അദ്ദേഹം ഒരു സ്റ്റാർഡം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സെറ്റപ്പിൽ. കാരണം പുള്ളിയുടേതായ ഒരു ഏരിയ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ജെക്സ് ബിജോയ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷയാണ്, എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാകും, അല്ലെ ആ മ്യൂസിക്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും. അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഈ സിനിമ കാണുമ്പോഴത്തേക്ക്. അതിൻ്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുമ്പോഴും അല്ലാതെ മറ്റ് ഇതിലേക്കൊക്കെ വരുമ്പോൾ മ്യൂസിക്കിൻ്റെ ആ ഒരു മാറ്റവും കാര്യങ്ങളും എല്ലാം കൊണ്ടും വളരെ തന്മയത്വത്തോടുകൂടി അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. ആ മ്യൂസിക് ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ അകത്തൊരു കാര്യമാണ്. കാരണം ഒരു സിനിമയെ പിടിച്ചു നിർത്തുന്നതിൽ മ്യൂസിക്കിനൊരു പ്രധാന ഘടകമുണ്ടെന്ന് പറയാം. കാരണം ഈ ഇടയ്ക്ക് കണ്ട മറ്റൊരു സിനിമയുടെ പേര് ഇവിടെ പറയുന്നില്ല, പക്ഷേ ആ സിനിമയിൽ നമുക്ക് അത്രയും അങ്ങോട്ട് ഓക്കെ ആയില്ല. പക്ഷേ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഹൈ ബീറ്റിലൊരു ഇതായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ മ്യൂസിക്കിൽ നമ്മളൊരു പ്ലസ് പോയിന്റ് പറയുന്നത് ഇദ്ദേഹം അല്ലേത് വേറെയാണ്. ഞാൻ മറ്റൊരു സിനിമയെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ. അങ്ങനെ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന ഈ സിനിമ ഇന്നത്തെ ദിവസം, അതായത് ആദ്യത്തെ എന്താ പറയുക ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും നസ്ലൻ എന്ന് പറയുന്ന താരം ആയതുകൊണ്ടും, നസ്ലൻ എന്ന് പറയുന്ന താരത്തെ കുറച്ച് കാണിക്കുകയല്ല, പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പം നമുക്ക് ഈസി ആയിരുന്നു, സ്ലോട്ടൊക്കെ കിട്ടുമായിരുന്നു, ടിക്കറ്റുകൾ കിട്ടാൻ ഇതുണ്ടായിരുന്നു. അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എന്താ പറയുക സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു ഇതുള്ളതുകൊണ്ട്, കാരണം നല്ല മൂവിയാണ്, നല്ല കിടിലൻ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് കൂടുതൽ ആളുകൾ കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അഭിനവ് എന്തായാലും അതിന് പ്രത്യേകം ഒരു പ്രശംസ അറിയിക്കുന്നത്. കാരണം പുള്ളി ഇതിൻ്റെ സിനിമയുടെ രസങ്ങളും വശങ്ങളും എല്ലാം മനസ്സിലാക്കി വന്നിരിക്കുന്ന ആളാണ്. കാരണം അതിനകത്തെ ഈ ചതിക്കുഴികളും കാര്യങ്ങളൊക്കെ പ്രത്യേകം പുള്ളിക്കാരൻ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആള് എത്രത്തോളം ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതിലെ സിനിമാറ്റോഗ്രാഫി ഒക്കെ ആണല്ലോ അടിപൊളിയാണ്. ഇതിലെ ചില ഷോട്ട്സ് ഒക്കെ നമുക്ക് പറയാതിരിക്കാൻ വല്ല കിടലിനാണ്. പിന്നെ എപ്പോഴും നസ്ലനാണ് താരം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേണി, ആ ഒരു കഷ്ടപ്പാടും ഒരു സിനിമ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, കാരണം പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് പരാമർശിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു കാര്യം. കാരണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഡെപ്ത്, അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രഷർ, കാരണം ഒരു കാര്യത്തിലോട്ട് അടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണ്. നമ്മൾ ഏത് തരം കാര്യം, സിനിമയല്ല ഏതൊരു കാര്യമാണെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് വെച്ച് പോകുമ്പം തടസ്സങ്ങളുണ്ടാകും എന്ന് പറയുന്ന പോലെ ഇവിടെയും ഉണ്ടാകുന്ന തടസ്സങ്ങളെ എല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട്, വിനീത് മാധവൻ എന്ന് പറഞ്ഞ ആ ക്യാരക്ടറായിട്ട് നമ്മൾ അങ്ങ് ആയിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശരിക്കും ആ ഒരു സിനിമയിൽ നമ്മൾ തന്നെയാണ് ആ ഒരു പ്രഷർ അനുഭവിക്കുന്നത് എന്ന് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മളെ അനുഭവിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തന്നെ, അതായത് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്ന കാര്യം നമുക്ക് ഇവിടെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സംവിധായകന്റെ കഴിവായിട്ട് തന്നെ വരണം. കാരണം ആ സംവിധായകൻ എൻ്റെ ഒരു വളരെ മികവ് എന്ന് തന്നെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കിടിലം പടമാണ്. OTTക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യരുത്. OTT വന്നിട്ട് കാണാം എന്നുള്ള രീതി. അത് തിയേറ്ററിൽ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ലൈഫാണ് സിനിമ എന്ന് പറയുമ്പോഴും അവിടെ ഒരു ലൈഫുണ്ട്. ആ ലൈഫ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ ലൈഫാണുള്ളത്.
അതിൽ ഒരു വ്യക്തിയുടെ ലൈഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ പെരുമാറ്റവും ആരൊക്കെ സപ്പോർട്ട് ചെയ്യും, ആരൊക്കെ കുതികാല് കെട്ടുന്നു അല്ലെങ്കിൽ വെട്ടിക്കളയുന്നു, ആ ഒരു കുറച്ച് കാഴ്ചപ്പാടുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. ബൈ.